നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ ചേർന്നവർ 80 ലക്ഷം കടന്നു. ദേശീയ ദിനം ആഘോഷമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം. രാജാക്കന്മാരുടെ മുത്തുവിഫ് ഷെയ്ഖ് ജമീൽ അൽ ജലാൽ അന്തരിച്ചു. ബഹ്റൈനിൽ വേനൽക്കാലം അവസാനിക്കുന്നു. ഗസയിൽ 14 ട്രക്ക് സഹായമെത്തിച്ച് കുവൈറ്റ്. ഇലക്ട്രിക് വാഹനങ്ങൾ ടോപ്പ് ഗിയറിലേക്ക്. യുഎഇയിൽ ഹൈക്കിങ്ങിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് സൂര്യാതാപമേറ്റ് ദാരുണാന്ത്യം. യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ ചേർന്നവർ 80 ലക്ഷം കടന്നു. യുഎഇയിൽ ജോലി നഷ്ടപ്പെട്ടാൽ 3 മാസം വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതുവരെ 80 ലക്ഷത്തിലേറെ പേർ അംഗത്വമെടുത്തതായി മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. തൊഴിൽ വിപണി കരുത്തുറ്റതാക്കാനും ജോലി നഷ്ടപ്പെട്ട കാലയളവിലും കുടുംബത്തിനൊപ്പം മാന്യമായി ജീവിക്കാനുള്ള വരുമാനത്തിനും വേണ്ടിയാണ് നിർബന്ധിത തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ മറ്റൊരു ജോലി കണ്ടെത്താനും സാവകാശം ലഭിക്കും. സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കെല്ലാം ഇൻഷുറൻസ് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ദേശീയ ദിനം ആഘോഷമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം. സൗദി അറേബ്യയുടെ 94ാമത് ദേശീയ ദിനം രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളിലും നഗരങ്ങളിലും ഗവർണറേറ്റുകളിലും ഇവന്റുകൾ, എക്സിബിഷനുകൾ, സൈനിക പരേഡുകൾ എന്നിവയോടെ ആഭ്യന്തര മന്ത്രാലയം ആഘോഷിക്കുന്നു. റിയാദ് മേഖലയിലെ ദിരിയ ഗേറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചും കിങ് അബ്ദുൽ അസീസ് സെന്റർ ഫോർ വേൾഡ് കൾച്ചറുമായി സഹകരിച്ചും ദിരിയ ഗവർണറേറ്റിൽ മ്യൂസിക്കൽ ബാൻഡിനും കുതിരപ്പടയാളികൾക്കുമായി ആഭ്യന്തര മന്ത്രാലയം സൈനിക പരേഡുകളും ഷോകളും നടത്തി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. രാജാക്കന്മാരുടെ മുത്തുവിഫ് ഷെയ്ഖ് ജമീൽ അൽ ജലാൽ അന്തരിച്ചു. സൗദി രാജാക്കന്മാരുടെയും വിദേശ രാഷ്ട്ര നേതാക്കളുടെയും രാജ്യത്തിന്റെ വിശിഷ്ടാതിഥികളുടെയും മുത്തുവിഫായി പതിറ്റാണ്ടുകളോളം സേവനമനുഷ്ഠിച്ച ഷെയ്ഖ് ജമീൽ ബിൻ സൽമാൻ ജലാൽ അന്തരിച്ചു. വിദേശത്ത് വെച്ചാണ് മരണം. നാളെ പുലർച്ചെ സുബ്ഹി നമസ്കാരാനന്തരം വിശുദ്ധ ഹറമിൽ വെച്ച മയ്യിത്ത് നമസ്കാരം പൂർത്തിയാക്കി മയ്യിത്ത് അൽമു അല്ല ഖബർസ്ഥാനിൽ മറവ് ചെയ്യും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. ബഹ്റൈനിൽ വേനൽക്കാലം അവസാനിക്കുന്നു. രാജ്യത്തെ വേനൽക്കാലം ഔദ്യോഗികമായി അവസാനിച്ച ശരത് കാലത്തിന് ആരംഭം കുറിക്കുകയാണ്. സെപ്റ്റംബർ 22 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ 3:43 മുതലാണ് ശരത് കാലത്തിന്റെ തുടക്കവും വേനൽക്കാലത്തിന്റെ അവസാനവുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞനായ മുഹമ്മദ് റദ അൽ അസ്പോർ പറയുന്നു. ഇനി വരുന്ന 90 ദിവസങ്ങൾ പകലും രാത്രിയും രാജ്യത്ത് ഒരേ ദൈർഘ്യമായിരിക്കും. ബഹ്റൈനിൽ സെപ്റ്റംബർ 27-ന് 5:28 സൂര്യോദയവും അന്ന് വൈകിട്ട് 5:28 സൂര്യാസ്തമനവും സംഭവിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ദിവസം സൂര്യൻ കൃത്യമായി കിഴക്കും പടിഞ്ഞാറും പോയിന്റുകളിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. പകലും രാത്രിയും ഏതാണ്ട് ഒരേ ദൈർഘ്യമായിരിക്കും. അതോടെ രാജ്യം തണുത്ത കാലാവസ്ഥയിലേക്ക് നീങ്ങിത്തുടങ്ങുമെന്നും മുഹമ്മദ് റദ അൽ അസ്പോർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ഗസയിൽ 14 ട്രക്ക് സഹായമെത്തിച്ച് കുവൈറ്റ്. കുവൈറ്റ് നാമ ചാരിറ്റി അസോസിയേഷൻ അയച്ച മാനുഷിക ദുരിതാശ്വാസ സഹായവുമായി 14 ട്രക്കുകൾ വടക്കൻ ഗസയിലെത്തി. വടക്കൻ ഗസയിലേക്ക് പച്ചക്കറികളും മുട്ടയും കോഴിയും കയറ്റിയ 4 ട്രക്കുകൾ പ്രവേശിച്ചതായും ഗസയിലെ വഫ ഫൗണ്ടേഷൻ ഓഫീസ് ഡയറക്ടർ ഗദീർ ഷഹാദ പറഞ്ഞു. വഫ ഫൗണ്ടേഷൻ വഴി വടക്കൻ ഗസയിലെ ആയിരക്കണക്കിന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. ഇലക്ട്രിക് വാഹനങ്ങൾ ടോപ്പ് ഗിയറിലേക്ക്. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 300% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 550 എണ്ണം മാത്രമുണ്ടായിരുന്നത് 2024 1500 ഉയർന്നുവെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാഖി പറഞ്ഞു. ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാഖി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. യുഎഇയിൽ ഹൈക്കിങ്ങിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് സൂര്യാതാപമേറ്റ് ദാരുണാന്ത്യം.
ഹൈക്കിംഗ് മലനിരകളിൽ കാൽനടയാത്രയ്ക്കിടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് സൂര്യാതാപമേറ്റ് ദാരുണാന്ത്യം. ദുബായിലെ ഹെരിയറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി ഷോൺ ഡിസൂസയാണ് മരിച്ചതെന്ന് കുടുംബം അറിയിച്ചു. ഷോണിന്റെ മാതാപിതാക്കളും 2 സഹോദരന്മാരും രക്ഷപ്പെട്ടു. ഞായറാഴ്ച വടക്കൻ എമിറേറ്റുകളിൽ ഒന്നിൽ ഹൈക്കിംഗ് നടത്തുമ്പോഴായിരുന്നു മകൻ തളർന്നു വീണതെന്ന് പിതാവ് ഏലിയാസ് സിറിൽ ഡിസൂസ പറഞ്ഞു. ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നീന്തലിൽ മിടുക്കനായിരുന്ന ഷോൺ കായിക താരവും മലകയറ്റക്കാരനുമായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.